എന്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ഹോസ്പിറ്റലുകാർ പറഞ്ഞ ടാബ്ലറ്റ്സ് ഒന്നും എടുക്കാതെ? നമുക്ക് മെഡിസിൻ കഴിക്കാൻ താല്പര്യമില്ല. മെഡിസിൻ കഴിക്കാൻ താല്പര്യമില്ലേ? നമ്മളെന്തിനാ ഈ ഫോളിക് ആസിഡ്, അയണും കാൽഷ്യം ഒക്കെ പ്രഗ്നൻസിയിൽ എഴുതി കൊടുക്കുന്ന? താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നല്ല കാര്യം. ഫോളിക് ആസിഡ് എന്തിനാണെന്നറിയോ? കുട്ടീൻ്റെ നട്ടലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അയണും കാൽഷ്യവും ഒരു പ്രഗ്നൻസിയിൽ ഡെലിവറി സമയത്തുള്ള ബ്ലഡ് ലോസ് എത്രയാണെന്നറിയോ? ഒരു നോർമൽ ഡെലിവറിക്ക് 1/2 ലിറ്റർ, ഒരു സിസേറിയന് 1 ലിറ്റർ, അതിലപ്പുറം 1.5-2 ലിറ്ററിന് മേലെ ബ്ലഡ് ലോസ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ്റെ പേരെന്താണെന്നറിയോ? PPH കാരണം എത്ര മരണങ്ങൾ ഈ വേൾഡിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്? 17% ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഡെലിവറി എങ്ങനെ വെജൈന മുറിക്കാതെ വരുന്നു എന്ന്. പണ്ടത്തെ കാലത്ത് ഇപ്പൊ ആരെയും മുറിക്കാൻ പോകുന്നത് അവിടെ. ഈ എപ്പിസിയോട്ടമി എന്ന് പറയുന്നത് വെജൈനയിൽ ഒരു ചെറിയ കട്ട് കൊടുക്കുന്ന നോർമൽ ഡെലിവറിയിൽ എല്ലാ പേഷ്യൻസിനും വേണമെന്നില്ല. ആ സമയത്ത് ഡെലിവറി സമയത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിന് ഫീൽ ചെയ്യാണ് നമുക്ക് എപ്പിസിയോട്ടമി ഇടണമെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കും. നമ്മളെ കാര്യം എന്താ അറിയോ? മദറിനെ സേഫാക്കുക, ബേബീനെ സേഫാക്കുക. പല കണ്ടീഷൻസ് ഉണ്ട് നമ്മളെ മുന്നിൽ. നമ്മൾ പഠിച്ചതുകൊണ്ട് നെവർ ടേക്ക് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ലൈറ്റ്സ്.